സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പല വിമർശനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി അങ്ങനെ തുടങ്ങി അറിയപ്പെടുന്ന പല രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ കൗതുകകരമായ ഒരു വിമർശനം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. മറ്റാരുടേതുമല്ല, നമ്മുടെ തമിഴ് നടൻ പ്രകാശ് രാജിന്റേതാണ് വിമർശനം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ നിലവിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനുൾപ്പെടെ ഗാസയിൽ നടക്കുന്ന എല്ലാത്തിനും കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന്. എന്തുകൊണ്ടായിരിക്കാം സർ? നമ്മൾ പലപ്പോഴും കൊളോക്കിയലി അല്ലെങ്കിൽ ഒരു ട്രോൾ രൂപത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്ത് പ്രശ്നം വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. അതുപോലെ ലോകത്ത് എന്ത് വിഷയം നടന്നാലും അതിനെല്ലാം ഉത്തരവാദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നൊരു തോട്ട് എപ്പോ മുതലാണ് ആളുകളിൽ ഇങ്ങനെ വന്നു തുടങ്ങിയത്? പ്രകാശ് രാജിനെ പോലൊരു ആക്ടർക്ക് ഈ രീതിയിൽ ഒരു മോദി വിരോധം തോന്നാൻ എന്തായിരിക്കാം കാരണം? പ്രകാശ് രാജ് BJP ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. അദ്ദേഹം ഒരേ സമയം വില്ലൻ കഥാപാത്രങ്ങളെയും ഹാസ്യ കഥാപാത്രങ്ങളെയും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു നടനാണ്. ഇരുവരിലും കാഞ്ചീപുരത്തിലും അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇരുവരിൽ കരുണാനിധിയുടെ വേഷമാണ് പ്രകാശ് രാജ് ചെയ്തത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള വേഷം എന്ന് പറയുന്നത് മലയാളം ചിത്രമായ പാണ്ടിപ്പടയിൽ ദിലീപിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു ഗൗണ്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു വേഷമുണ്ട്. ആ വേഷത്തിൽ അദ്ദേഹം ഒരു സെമി ഹാസ്യ കഥാപാത്രത്തെയാണ്, എന്നാൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് വില്ലനിയും കൂടിയുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ഞാൻ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ദേശീയ പുരസ്കാരം നേടിയ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും ഈ കഥാപാത്രം വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ മികവുറ്റ നടനാണ്. എനിക്ക് ഇക്കാര്യത്തിൽ വളരെ സംശയമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പ്രൊപ്പഗൻഡ, നെഗറ്റീവ് പ്രൊപ്പഗൻഡ ആയിക്കൂടെ എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ നെഗറ്റീവ് പ്രൊപ്പഗൻഡയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം ഗോത്ര കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇതെന്തുകൊണ്ട് താങ്കൾക്ക് ഈ വിഷയം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല? അതായത് ഗോത്ര കലാപത്തിൽ തുടർന്ന് ഉണ്ടായ വിഷയങ്ങൾ. എന്തായാലും 2 മാസത്തിനുള്ളിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുത്തു. ഈ ഗോത്ര കലാപത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് വന്നത്. പിന്നീട് അതൊരു നെഗറ്റീവ് പ്രൊപ്പഗൻഡായി നറേഷനുമായിട്ട് മാറി. ഇന്ത്യയിൽ ഈ പറയുന്ന ഈ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തെ സ്ട്രെയിൻഡ് കക്ഷി എന്ന് പറയുന്നത് മിക്കപ്പോഴും ഹിന്ദു സമൂഹമായിരിക്കും. അത് പാർട്ടീഷൻ്റെ കാലത്തായാലും പിന്നീടുണ്ടായ കലാപങ്ങളുടെ കാലത്തായാലും. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പൊളിറ്റീഷ്യൻസ് കൂടുതലും മതേതരായി പോയതുകൊണ്ടാണ്. താൻ ഒരു മതേതരൻ അല്ല എന്ന് ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി പോയി അദ്ദേഹത്തിൻ്റെ ഗോത്ര കലാപം അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ആട്രിബ്യൂട്ട് കൊടുക്കാൻ മാധ്യമങ്ങൾക്കും എതിരാളികൾക്കും ഒരു പ്രത്യേക താല്പര്യമുണ്ടായി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം
ഗുണകരമായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പം ഈ പ്രകാശ് രാജിന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പലതവണ ഇത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കടുത്ത മതേതരവാദിയും ഇടതുപക്ഷക്കാരനുമാണെന്നുള്ള ഒരു ചിത്രം പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന െതിരെയുള്ള പ്രസ്താവനകൾ നടത്തിയത്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കൊടുക്കുന്ന ഒരു നെഗറ്റീവ് പ്രൊപ്പഗൻഡയല്ല. അപ്പോൾ ആളുകൾ പെട്ടെന്ന് അതിനെപ്പറ്റി ചിന്തിച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് ഇതിൻ്റെ അകത്തെ പ്രകാശ് രാജ് പറഞ്ഞതിലെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞ കക്ഷിക്കുമാണ്. അപ്പൊ അതാണ് ഇപ്പം ഇവിടെ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തില് ഈ ഹിന്ദുത്വക്കെതിരെ പല ഹിന്ദുത്വ പ്രാസംഗികരും പ്രഭാഷകരും ഒക്കെ വന്നിട്ടുണ്ട്. അവരും ഈ പറയുന്ന അവർ ചെയ്തത് കാര്യങ്ങളിലൂടെ ആ ജനം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ടെക്സ്റ്റുകളൊക്കെ മഹാഭാരതത്തെയും ഭഗവത്ഗീതയൊക്കെ ഇവര് വളരെ നെഗറ്റീവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ജനം ഇതിനെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ച് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനം ആ വഴിക്ക് നീങ്ങി കൂടുതൽ ആഴത്തിൽ അത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങുകയും എന്താണ് ഈ പറയുന്ന ഇവർ പറഞ്ഞതെന്ത് യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങുകയും ചെയ്യും. 50 വർഷത്തിന് മേളിലായി നടത്തുന്ന ഒരു സംഘർഷത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ പെട്ടെന്ന് മോഡി എന്താണ് ചെയ്തത് എന്ന് ആലോചിക്കാൻ ആളുകൾക്ക് ഒരു അവസരം ഇതുണ്ടാക്കും. അതിന്റെ പശ്ചാത്തലം പരിഗണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകും. ഇന്ത്യക്കാർക്കും മനസ്സിലാകും. ഇതിന് പുറത്തോട്ട് പോയില്ല. ഇതൊരു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചയായിട്ടാണ് ഇത് അവസാനിക്കാൻ സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രകാശ് രാജിന്റെ പ്രസ്താവന അതിന്റെ ഒരു എതിർഭാഗത്ത് നിന്ന് കാണുന്നതായിരിക്കും യുക്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇതിൻ്റെ അകത്ത് കാതലായ കാര്യം എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര വിഷയം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള യുദ്ധം ഇതിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന്റെ കാരണക്കാരൻ എന്ന് നടൻ പ്രകാശ് രാജ് ആരോപിക്കുന്നത്. രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആർക്കും കേട്ടാൽ ചിരി തോന്നുന്ന അല്ലെങ്കിൽ ഇതെന്ത് കൂത്ത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണത്. ഇസ്രയേൽ ഗാസയെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ പലസ്തീനെ ആക്രമിക്കുന്നത്, ഹമാസിനെ ആക്രമിക്കുന്നത് അതിന്റെ പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആലോചിക്കണം മോദി എത്രത്തോളം വളർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മോദിയെ ഇവരൊക്കെ എത്ര വലിയ ലോക നേതാവായിട്ടാണ് സ്വയം അംഗീകരിക്കുന്നത് എന്ന്. അതുകൊണ്ട് കൂടിയാണല്ലോ ഗാസയ്ക്ക് പിന്നിൽ ആക്രമണത്തിന് പിന്നിൽ മോദിയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.